ഹിന്ദിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മുതൽ എന്ന് പറയാനായിട്ട് നമുക്കറിയാം അല്ലെ, സേ എന്നുള്ള വാക്കാണ്. അവിടെ മുതൽ, വഹാസെ, ഇവിടെ മുതൽ, യഹാസെ എന്നാണ് നമ്മൾ പറയാ. പക്ഷെ ഇതിനോടൊപ്പം തന്നെ സേ രഹാ ഹേ എന്ന് പറയുകയാണെങ്കിൽ, ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഓ സുബഹ് സെ പഠ് രഹാ ഹേ എന്ന് പറഞ്ഞെന്താ, ഓ സുബഹ് സെ പഠ് രഹാ ഹേ, അവൻ രാവിലെ മുതൽ പഠിക്കുകയാണ്, അതാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതാ. ഇവ പ്രസന്റിൽ നടക്കുന്ന കാര്യം കേട്ടോ. രാവിലെ മുതൽ പഠിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് സേ രഹാ ഹേ എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ സ്ത്രീ ആണെങ്കിൽ രഹി, അതുപോലെ തന്നെ പ്ലൂരല് റെസ്പെക്റ്റും ആണെങ്കിൽ രഹേ അല്ലെ. ഇതറിയാവുന്നതാണ്, നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും അല്ലെ. ശരി, അപ്പോ സുബഹ് സെ പഠ് രഹാ ഹേ എന്താണ്, അവൻ രാവിലെ മുതൽ പഠിക്കുകയാണ്. ഇവിടെ രഹാ ഹേ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, സേ രഹാ ഹേ. അതുകൂടാതെ സേ രഹാത്ത എന്ന് കാണാം. അതെന്താ വ്യത്യാസം? ആ താ വന്നപ്പോ അത് പാസ്റ്റ് ആയി എന്നാണ് കേട്ടോ, കഴിഞ്ഞു പോയി. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ, ഓ സുബഹ് സെ പഠ് രഹാ താ, ഇപ്പൊ പഠിക്കണില്ല. നേരത്തെ ഞാൻ പറഞ്ഞു സുബഹ് സെ പഠ് രഹാ ഹേ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, രാവിലെ മുതൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ആ ഒരു സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിനാണ് സേ രഹാ ഹേ എന്നുള്ള പ്രയോഗം. ഓക്കെ, അവിടെ സേ രഹാ താ എന്ന് വന്നപ്പോ കഴിഞ്ഞു, ഇപ്പൊ അവൻ പഠിക്കണില്ല. ഓ സുബഹ് സെ പഠ് രഹാ താ, അവൻ രാവിലെ മുതൽ പഠിക്കുകയായിരുന്നു, അതുകൊണ്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങുക എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. അവിടെ നമ്മൾ പറയുന്നത് രാവിലെ മുതൽ പഠിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനാണ് ഈ സേ രഹാ താ, കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോ ഈ താ കൂട്ടി പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ കാണാണ്ടാവുമ്പോൾ നമ്മൾ പറയും അല്ലെ, ഓ ഞാൻ ഇന്നലെ മുതൽ നോക്കുകയാണ് അല്ലെങ്കിൽ തിരയുകയാണ് എന്ന് പറയത്തില്ല. ഇന്നലെ മുതൽ മേ കൽസെ ഡൂണ്ടന എന്ന് പറഞ്ഞാൽ തിരയുക കേട്ടോ. മേ കൽസെ ഡൂണ്ട് രഹി ഹും അല്ലെങ്കിൽ ഡൂണ്ട് രഹാ ഹും, ഞാൻ ഇന്നലെ മുതൽ തിരയുകയാണ്. ഇവിടെ ഹും എന്ന് പറയുന്നത് അവിടെ മേം എന്ന് വന്നപ്പോഴാട്ടോ, മേ കൽസെ ഡൂണ്ട് രഹാ ഹും. ഇനിയിപ്പോ അവിടെ തായാണെങ്കിലോ, മേ കൽസെ ഡൂണ്ട് രഹാ താ, പക്ഷെ കിട്ടിയില്ല, ഞാൻ ഇന്നലെ മുതൽ നോക്കുകയായിരുന്നു, തിരയുകയായിരുന്നു, പക്ഷെ കിട്ടിയില്ല, ഇപ്പൊ നമ്മൾ തിരയണില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ സേ രഹാഹയും അതുപോലെ സേ രഹാത്തായും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. ഒരു സെന്റൻസിൽ കാണുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, ഒന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതും ഒന്ന് കഴിഞ്ഞു പോയതും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഹിന്ദി സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ചാനൽ ഒരു 30 days ക്ലാസ് റണ്ണിങ് ആണ് കേട്ടോ. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരു ജോയിൻ ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15,000 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ.